ഹലോ എവരിവൺ, മറ്റൊരു വീക്ക്ലി മാർക്കറ്റ് അനാലിസിസ് വീഡിയോയിലേക്ക് സ്വാഗതം. യു ആർ ലിസ്ണിംഗ് ടു ആനന്ദ് ആൻഡ് ദിസ് ഈസ് സ്റ്റോക്ക് മാർക്കറ്റ് കേരള. സോ നമ്മൾ നിഫ്റ്റി നോക്കുകയാണെങ്കിൽ നിഫ്റ്റി ഈ ഒരു വീക്ക് ഓൾമോസ്റ്റ് അറൗണ്ട് ഒരു 1.23% അപ്സൈഡ് മൂവ്മെൻറ്റ് നമുക്ക് നിഫ്റ്റി ഈ ഒരു വീക്ക് തന്നിട്ടുണ്ട്. ഈ ഒരു വീക്ക് അത്യാവശ്യം നല്ല വോളറ്റാലിറ്റി നിറഞ്ഞൊരു വീക്കാണ്. അതായത് മാർക്കറ്റ് ആക്ച്വലി നമുക്ക് അനാലിസിസ് ചെയ്യാനോ നമുക്ക് പ്രിഡിക്റ്റ് ചെയ്യാനോ ശകലം പാടായിട്ടുള്ള ഒരു വീക്കായിരുന്നു. അതായത് അത്യാവശ്യം മാർക്കറ്റ് നല്ല ഗ്യാപ്പ് അപ്പുകൾ തന്നിട്ട് പിന്നെ സെൽ ഓഫുകൾ, മാർക്കറ്റ് ഗ്യാപ്പ് ഡൗൺ തന്നിട്ട് നല്ല രീതിക്കുള്ള ബൈ, അതുപോലെ തന്നെ മാർക്കറ്റിൽ നല്ല രീതിക്കുള്ള വോളറ്റാലിറ്റിയും ഈ ഒരു വീക്കിൽ ഉണ്ടായിരുന്നു. ഞാൻ ഈ രീതിക്കുള്ളൊരു വോളറ്റാലിറ്റിയാണ് നെക്സ്റ്റ് ഒരു വീക്കും ഞാൻ കാണുന്നത്. അതിന് പ്രധാന കാരണം നമ്മുടെ വരാനിരിക്കുന്ന റിസൾട്ടുകളാണ്. അതായത് ഇന്ന് തന്നെ 27-ാം തീയതി 27th വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത്. ഇന്ന് തന്നെ നമുക്ക് വരാനിരിക്കുക ICICI ബാങ്ക് ഉണ്ട്, യെസ് ബാങ്ക്, IDFC ബാങ്ക്. അതായത് നമ്മുടെ ബാങ്കിങ് മേഖലയിലുള്ള റിസൾട്ടുകൾ 27-ാം തീയതി വരാനിരിപ്പുണ്ട്. 29-ാം തീയതി 31 കമ്പനീസിൻ്റെ ഏർണിങ്സ് ഉണ്ട്. April 30th IOC, REC, അദാനി, ഹാവൽസ് ഇവരുടെയൊക്കെ ഏർണിങ്സ് ആണ് 30-ാം തീയതി വരാനുള്ളത്. 1-ാം തീയതി ഉണ്ട്, 2-ാം തീയതി 41 ഏർണിങ്സ് ഉണ്ട്, 3-ാം തീയതി ഏകദേശം 35 ഏർണിങ്സോളം വരാനിരിപ്പുണ്ട്. സോ ഈ ഒരു ഏർണിങ്സും കൊണ്ടും കൂടിയാണ് നമ്മുടെ നിഫ്റ്റിയിൽ നല്ല രീതിക്കുള്ള വോളറ്റാലിറ്റി നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ കഴിയുന്നത്. അതുപോലെ തന്നെ ഞാനിതിൽ വേറെ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു കണ്ടീഷൻ നോക്കുകയാണെങ്കിൽ, നമ്മൾ ടെക് മഹീന്ദ്രയിൽ ഓൾമോസ്റ്റ് ഒരു നല്ല ഏർണിങ്സ് നോക്കുകയാണെങ്കിൽ ടെക് മഹീന്ദ്ര ഏർണിങ്സ് നെഗറ്റീവാണ്. ഓൾമോസ്റ്റ് 13% ആ ഒരു ഫോളാണ് ടെക് മഹീന്ദ്രയിൽ ഉണ്ടായിരുന്നത്, റിസൾട്ടിൽ ഉണ്ടായിരുന്നത്. പക്ഷേ മാർക്കറ്റ് അന്നേ ദിവസം ഏകദേശം നോക്കുകയാണെങ്കിൽ അറൗണ്ട് 13%ഓളം മാർക്കറ്റ് അപ്സൈഡ് പോയിട്ടുണ്ട്. ഏർണിങ്സ് നെഗറ്റീവാണ്, പക്ഷേ ടെക് മഹീന്ദ്ര ഓൾമോസ്റ്റ് 13%ഓളം മാർക്കറ്റ് അപ്സൈഡിലേക്ക് പോയി. സോ നമ്മൾക്ക് പലപ്പോഴുള്ള മെൻറ്റാലിറ്റിയാണ് നമ്മൾ ഈ സ്റ്റോക്ക് കൊള്ളാം, നല്ല പോസിറ്റീവ് ഏർണിങ്സ് ആണ്, നമുക്ക് ബൈ ചെയ്ത് കളയാം, അല്ലെങ്കിൽ നെഗറ്റീവ് ഏർണിങ്സ് ആണ്, നമുക്ക് ഷോർട്ട് സെൽ ചെയ്ത് കളയാം. നമുക്ക് ആ ഒരു മെൻറ്റാലിറ്റി പൊതുവെ ഉള്ളതാണ്. ആ ഒരു മെൻറ്റാലിറ്റി നമ്മൾ ഇങ്ങനത്തെ സിറ്റുവേഷനിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ല രീതിക്കുള്ള ലോസുകൾ നമുക്ക് ഇങ്ങനത്തെ സിറ്റുവേഷൻസ് അനുസരിച്ച് നമ്മൾ ട്രേഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ലോസ് ഉണ്ടാവാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. അതിൻ്റെ ഒരു വളരെ നല്ല പെർഫെക്റ്റ് എക്സാമ്പിളാണ് ടെക് മഹീന്ദ്ര. ഇതിന് മുമ്പത്തെ ഒരു എക്സാമ്പിളായിരുന്നു HDFCയിൽ ഉണ്ടായിരുന്നത്. ഓക്കെ, സോ നമ്മൾ വീണ്ടും നിഫ്റ്റിയിലേക്ക് കിടക്കുകയാണെങ്കിൽ നിഫ്റ്റിയുടെ ഇമ്പോർട്ടൻറ്റ് ലെവൽസ് ആയിട്ട് നമ്മൾ മാർക്ക് ചെയ്യുകയാണെങ്കിൽ പ്രീവിയസ് ഡേ ഹൈ അറൗണ്ട് 22,620 626, അതുപോലെ പ്രീവിയസ് ഡേ ലോ 22,384 ആൻഡ് ഈ ഒരു പോയിന്റ്. ഓക്കെ, നമുക്ക് അവർലിയിലേക്ക് പോയി കുറച്ചുകൂടി ക്ലീൻ ആയിട്ട് നമുക്ക് സോണിലേക്ക് പോവാം. ഓക്കെ, സോ ഈ ഒരു പോയിന്റ് ആൻഡ് യെസ് ഈ ഒരു ലെവൽ. ഓക്കെ, സോ നിഫ്റ്റിയുടെ ഈ ഒരു വീക്ക് നമുക്ക് ഇമ്പോർട്ടൻറ്റ് ലെവൽസായിട്ട് നമുക്ക് കാണാൻ കഴിയുന്ന പോയിന്റുകളാണ്. ആൻഡ് നമുക്ക് ഇതും കൂടി വരച്ചിട്ട് നമുക്ക് പോയിന്റ്സിലേക്ക് കിടക്കാം. ഈ ഒരു പോയിന്റ്. ഓക്കെ, ഫൈൻ. ഓക്കെ, സോ നിഫ്റ്റിയുടെ ഇമ്പോർട്ടൻറ്റ് ലെവൽസ് ആയിട്ട് നമ്മൾ ഈ ഒരു വീക്ക് വളരെയധികം വോളറ്റാലിറ്റി നിറഞ്ഞൊരു വീക്കായിരിക്കും നമുക്ക് ഈ വരുന്നൊരു വീക്ക്. നോർമലി ഒരു ബെയറിഷ് സൈഡിലേക്കാണ് ഞാൻ നോക്കിക്കാണുന്നത്. ഒരു ഗ്യാപ്പ് അപ്പ് തന്നിട്ട് മാർക്കറ്റ് വീണ്ടും ബെയറിഷ് സൈഡിലേക്ക് പോകാനാണ് പോസിബിലിറ്റി. സോ ഇമ്പോർട്ടൻറ്റ് ലെവൽസ് ആയിട്ട് നോക്കുകയാണെങ്കിൽ 22,700 690 700, അതുപോലെ നമ്മൾ നോക്കുമ്പം അറൗണ്ട് 613 626, പിന്നെ ഒരു ചെറിയ നമുക്ക് ഇൻട്രാഡേ ട്രേഡൊക്കെ പ്ലാൻ ചെയ്യാൻ പറ്റുന്ന ലെവലാണ് അറൗണ്ട് 459 ആൻഡ് 465. അതുപോലെ നെക്സ്റ്റ് ലെവലാണ് 382 391. ഇവിടുന്ന് ഷോർട്ടൊക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ 22,300 നമുക്ക് ടാർഗറ്റായിട്ട് എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ്. ആൻഡ് 22,200 നമുക്ക് നമുക്ക് വേണമെങ്കിൽ അവിടെ ടാർഗറ്റ്സ് ആയിട്ട് ആ ലെവൽസ് നമുക്ക് അവിടെ എക്സ്പെക്റ്റ് ചെയ്യാൻ കഴിയുന്നതാണ്. ഓക്കെ, നമുക്ക് ഈ ഒരു 300 നമുക്ക് ട്രേഡ് പ്ലാൻ ചെയ്യാൻ പാകത്തിന് നോക്കാം. അറൗണ്ട് നമുക്ക് ഈ പോയിന്റ്. ഓക്കെ, അറൗണ്ട് 22,199 22,013. ഓക്കെ, സോ ഇത്രയുമാണ് നിഫ്റ്റിയിൽ ഈ ഒരു വീക്കിലുള്ള ഇമ്പോർട്ടൻറ്റ് ലെവൽസ് ആയിട്ട് വരുന്നത്. ഒരുപാട് റിസൾട്ടുകൾ വരാൻ ഒരുപാട് റിസൾട്ടുള്ള ഒരു വീക്കാണ് ഈ ഒരു വീക്ക്. ആൻഡ് നിഫ്റ്റിയിൽ ഒരു ട്രെൻഡ് ലൈനും കൂടി പ്ലോട്ട് ചെയ്യുകയാണെങ്കിൽ അറൗണ്ട് നമുക്ക് ഈ ഒരു ട്രെൻഡ് ലൈൻ. ഓക്കെ, ട്രെൻഡ് ലൈനിൽ ഞാൻ അധികം കൺസിഡറേഷൻ കൊടുക്കില്ല. നമുക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റുന്നത് നമുക്ക് ഇവിടെ നിന്നൊക്കെ ഒരു ഫോളോ
അല്ലെങ്കിൽ എന്താ നിഫ്റ്റി വീണ്ടും അപ്പ് സൈഡ് പോയിട്ട് ഇവിടെ നിന്നൊക്കെ ഒരു ഫോളോ വരികയാണെങ്കിൽ നമുക്ക് വളരെ വലിയ ഡൗൺ സൈഡ് മൂവ്മെൻ്റ് ഒക്കെ നമുക്ക് നിഫ്റ്റിയിൽ എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, സോ നിഫ്റ്റിയുടെ OI ചാർട്ടിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ OI ചാർട്ടിൽ അത്യാവശ്യം വളരെയധികം ചേഞ്ച് വന്നേക്കുന്ന കോൾ സൈഡിലെ ഓപ്പൺ ഇൻട്രസ്റ്റ് ആണ്. അതായത് മാർക്കറ്റ് ഇനിയും അപ്പ് സൈഡ് പോകാനുള്ള പോസിബിലിറ്റി നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാമെന്നത് വളരെയധികം കുറവാണ്. ആൻഡ് PCR ഈസ് അറൗണ്ട് 0.76, വളരെ കുറവാണ്. സോ മാർക്കറ്റ് ഒരു ബെയറിഷ് സെൻറ്റിമെൻ്റ് ആണ് കറൻ്റ്ലി മാർക്കറ്റിൽ കാണുന്നത്. ആൻഡ് നമ്മൾ ഓപ്പൺ ഇൻട്രസ്റ്റ് നോക്കുകയാണെങ്കിലും കോൾ സൈഡ് വളരെയധികം കൂടിയിട്ടുണ്ട്. അതുപോലെ 22,500, അതായത് മാർക്കറ്റ് ഒരു ഫസ്റ്റ് ഹാഫ് അറൗണ്ട് മൺഡേ ആൻഡ് ട്യൂസ്ഡേ മാർക്കറ്റ് അറൗണ്ട് നമ്മുടെ 22,500-ൻ്റെയും 22,400-ൻ്റെയും ഇടയിൽ ഓപ്പൺ ചെയ്യാനാണ് സാധ്യത. ആൻഡ് മൺഡേ ട്യൂസ്ഡേ ഒക്കെ ഈ ഒരു റേഞ്ചിനിടയിൽ കിടന്ന് കളിക്കാനാണ് കൂടുതൽ പോസിബിലിറ്റി ഉള്ളത്. ആൻഡ് വെനസ്ഡേ തേഴ്സ്ഡേ ഫ്രൈഡേയിലേക്ക് വരുമ്പോൾ നമുക്ക് മാർക്കറ്റിൽ കുറച്ചും കൂടി പവർഫുള്ളായിട്ടുള്ള ട്രെൻഡിങ് മൂവുകൾ നമുക്ക് ലാസ്റ്റ് 3 days നമുക്ക് കാണാൻ കഴിയുന്നതാണ്. നമ്മുടെ നിലവിലത്തെ OI ഡേറ്റ് നമുക്കിതാണ് പറഞ്ഞു തരുന്നത്. ഓക്കെ, ആൻഡ് നമ്മൾ നെക്സ്റ്റായിട്ട് നമ്മൾ ബാങ്ക് നിഫ്റ്റിയിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റിയിലും നിഫ്റ്റിയുടെ ഓൾമോസ്റ്റ് ഒരു സെയിം മൂവ്മെൻറ്റ് തന്നെയാണ് വന്നിരിക്കുന്നത്. വളരെയധികം വോളട്ടൈൽ വീക്കായിരുന്നു. ഗ്യാപ്പ് അപ്പ്, സെൽ ഓഫ്, വീണ്ടും ഗ്യാപ്പ് അപ്പ്, സെൽ ഓഫ്, വീണ്ടും ഗ്യാപ്പ് അപ്പ്. അത്യാവശ്യം വോളട്ടൈൽ ദിവസമായിരുന്നു ബുധനാഴ്ച. വീണ്ടും ഗ്യാപ്പ് ഡൗൺ, വളരെ നല്ല ബൈ, ഗ്യാപ്പ് അപ്പ്, സെൽ ഓഫ്. അതായത് മോസ്റ്റ്ലി ഒരു ഗ്യാപ്പ് അപ്പ് തന്നിട്ട് സെൽ ഓഫ് ആണ് കഴിഞ്ഞ ഒരു വീക്കിൽ ഓൾമോസ്റ്റ് ഒരു 3 ദിവസത്തോളം നമുക്ക് ബാങ്ക് നിഫ്റ്റി തന്നേക്കുന്നത്. ആൻഡ് ബാങ്ക് നിഫ്റ്റിയിലെ ഇമ്പോർട്ടൻറ്റ് ലെവൽസ് ആയിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു സോൺ പ്രീവിയസ് ഡേ ഹൈ ആണ് അറൗണ്ട് 48,622 ആൻഡ് 679, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലെവലാണ്. അതുപോലെ തന്നെ നമ്മുടെ പ്രീവിയസ് ഡേയിലും ഈ ഒരു പോയിൻറ്റ് അറൗണ്ട് 48,085-ഉം 126-ഉം. എന്നിട്ട് നമുക്ക് നോക്കാൻ കഴിയുന്നത് ഈ ഒരു ഏരിയ ആണ് അറൗണ്ട് 47,672-ഉം 743-ഉം. അതായത് നമുക്ക് നോർമലി നിഫ്റ്റിയിലാണ് നല്ല പ്രൈസ് ആക്ഷൻ ലെവൽസ് കിട്ടുന്നത്. പക്ഷേ ഈ ഒരു തവണ നമുക്ക് ബാങ്ക് നിഫ്റ്റിയിലാണ് നല്ല പ്രൈസ് ആക്ഷൻ ലെവൽസ് ഇപ്പം കറൻ്റ്ലി ഞാൻ നോക്കുമ്പോൾ എനിക്കുള്ളത്. ഓക്കെ, ആൻഡ് യെസ്, ഇതൊരു ഇമ്പോർട്ടൻ്റ് ലെവലാണ്. സോ ഈ ഒരു ഏരിയ അറൗണ്ട് 47,672 മാർക്കറ്റ് ബ്രേക്ക് ചെയ്താൽ നമുക്ക് ബാങ്ക് നിഫ്റ്റിയിൽ നല്ലൊരു സെൽ ഓഫ് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ്. അറൗണ്ട് ഒരു 1.49% നമുക്ക് ബാങ്ക് നിഫ്റ്റിയിൽ ആ ഒരു സെൽ ഓഫ് നമുക്ക് അവിടെ എക്സ്പെക്റ്റ് ചെയ്യാം. ഓക്കെ, ആൻഡ് ബാങ്ക് നിഫ്റ്റി വേറെ ഇമ്പോർട്ടൻറ്റ് ലെവൽസ് ആയിട്ട് നമുക്കിതൊന്നും കൂടി ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. ഓക്കെ, ഫൈൻ. ഓക്കെ, സോ ബാങ്ക് നിഫ്റ്റിയിൽ നമുക്ക് ഇമ്പോർട്ടൻറ്റ് ലെവൽസ് ആയിട്ടുള്ളത് 48,800, അതുപോലെ 48,622-ഉം 679-ഉം ആൻഡ് 85,126 ആൻഡ് അറൗണ്ട് 47,672-ഉം 743-ഉം. കുറച്ചധികം വിടുത്തുള്ള ഒരു സോണാണ് ഈ കിടക്കുന്നത്. ആൻഡ് 46,951 എന്ന് പറയുന്ന ഈ ലെവൽസാണ് ബാങ്ക് നിഫ്റ്റിയിൽ നിലവിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലെവൽസ് ആയിട്ടുള്ളത്. സോ ബാങ്ക് നിഫ്റ്റി ഞാൻ സെയിം എക്സ്പെക്റ്റേഷൻ തന്നെയാണ്. അത്യാവശ്യം നല്ല രീതിക്കുള്ളൊരു ബെയറിഷ് വോളറ്റാലിറ്റി നമുക്ക് ബാങ്ക് നിഫ്റ്റിയിൽ കാണാൻ കഴിയും. ഓക്കെ, സോ നമ്മൾ ഈ ഒരു വീക്കിലത്തെ ഇൻട്രാഡേ സ്റ്റോക്സിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ ഈച്ചർ മോട്ടോഴ്സ് ചൂസ് ചെയ്യാൻ കാരണം മാർക്കറ്റ് നല്ലതുപോലെ ട്രെൻഡിങ് ആയിട്ട് അപ്സൈഡ് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ മാർക്കറ്റ് ഇവിടെ കൺസോൾഡേറ്റഡ് ആയി വരുന്നുണ്ട് മാർക്കറ്റ്. സോ നമുക്ക് ഇവിടുന്ന് നോർമലി നമ്മൾ റൈസിങ് വെഡ്ജ് എന്നൊക്കെ പറയും. നമുക്കിതിൽ ഓൾമോസ്റ്റ് ഈ ഒരു പോയിന്റ് വരെയൊക്കെ നോർമലി നമുക്ക് ടാർഗറ്റ് എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ്. ഇഫ് ഇറ്റ്സ് ആ ഒരു രീതിക്കാണ് മാർക്കറ്റ് പോകുന്നതെങ്കിൽ. ഓക്കെ, സോ നെക്സ്റ്റ് ഈച്ചർ മോട്ടോഴ്സ് ഒരു ഡൗൺ സൈഡ് പ്ലാൻ ആണെന്ന് ഞാൻ ഇതിൽ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. നമ്മുടെ അടുത്ത സ്റ്റോക്കായിട്ട് വരുന്നത് ഗ്രാസിം അവർലി ടൈം ഫ്രെയിമിൽ. ഓക്കെ, ഗ്രാസിം നമ്മൾ നോക്കുമ്പം ഒരു നല്ലൊരു ട്രെൻഡ് ലൈൻ ഗ്രാസിം ഓൾറെഡി ഫോളോ ചെയ്യുന്നുണ്ട്. ആ ഒരു പോയിന്റിൽ നിന്നൊരു സെൽ ഓഫ് ഒക്കെ അത്യാവശ്യം ചെറിയ രീതിക്കാണ് സെൽ ഓഫ് ഒക്കെ വന്നിട്ടുണ്ട്. ഓക്കെ, സോ ബട്ട് ഗ്രാസിമിൽ ഞാൻ ഒരു അപ്സൈഡ് ട്രേഡ് അല്ല ഞാൻ ഗ്രാസിമിൽ എക്സ്പെക്ട് ചെയ്യുന്നത്. ഞാൻ ഗ്രാസിമിൽ താഴേക്കാണ് ഞാൻ ഒരു കൂടുതൽ പ്രിഫറൻസ് ഞാൻ കൊടുക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഈ ഒരു ഏരിയ, ഈ ഒരു റേഞ്ച്. ഓക്കെ, ഗ്രാസിമിൽ നമുക്ക് ഈ ഒരു റേഞ്ച് ഗ്രാസിം ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ അപ്സൈഡ് പ്ലാൻ ആണ് നമുക്ക് അറൗണ്ട് നമുക്ക് ഈ ഒരു പോയിന്റ് വരെ അറൗണ്ട് 2,364 വരെ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. അതുപോലെ മാർക്കറ്റ് ഡൗൺസ് താഴേക്കാണ് മാർക്കറ്റ് പോകുന്നതെങ്കിൽ നമുക്ക് അറൗണ്ട് അതായത് ഒരു നല്ലൊരു എൻട്രി ഒക്കെ ആയിട്ട് നമുക്കൊരു റീടെസ്റ്റ് എൻട്രി ഒക്കെ നോക്കുകയാണെങ്കിൽ വളരെ നല്ല ഡൗൺ സൈഡ് കിട്ടാൻ സാധ്യതയുള്ള സ്റ്റോക്കാണ് ഗ്രാസിം. ആൻഡ് നമുക്ക് അറൗണ്ട് ഈ ഒരു പോയിന്റ് 2,312 വരെ നമുക്ക് ഒരു ടാർഗറ്റ് നമുക്കവിടെ എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ് ഗ്രാസിം ഇൻഡസ്ട്രീസ്. ഓക്കെ, സോ ജസ്റ്റ് സിമ്പിൾ റേഞ്ച് ബ്രേക്കൗട്ടാണ് ഗ്രാസിമിലുള്ളത്. നമ്മുടെ നെക്സ്റ്റ് സ്റ്റോക്കായിട്ട്
വരുന്ന HDFC ലൈഫ് ഇൻഷുറൻസ് ആണ്. നല്ല രീതിക്ക് ഒരു അവർലി ടൈം ഫ്രെയിം നല്ല രീതിക്കുള്ള ട്രെൻഡ് ലൈനും പ്ലസ് എന്താണ് ഒരു മേജർ സപ്പോർട്ട് ഏരിയയിലാണ് അറൗണ്ട് ഒരു മേജർ സപ്പോർട്ട് ഏരിയയിലാണ് മാർക്കറ്റ് ഇപ്പം കറലി വന്ന് നിൽക്കുന്നത്. സോ നമുക്ക് എന്ത് ചെയ്യാം, ആ ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്കൗട്ട് നമുക്ക് അവിടെ ഒരു പ്രിഫറൻസ് കൊടുക്കാവുന്നതാണ്. ഇതിനെ ഒരു പൊസിഷണൽ ട്രേഡ് ആയിട്ട് കാണുന്നതാണ് ഏറ്റവും നല്ലത്. ഇവിടെ നിന്നൊക്കെ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ വി ക്യാൻ എക്സ്പെക്ട് എ ഫസ്റ്റ് ടാർജറ്റ് ഈ ഒരു സ്പോട്ടും, സെക്കൻഡ് അറൗണ്ട് നമുക്കൊരു തേർഡ് ടാർജറ്റ് അറൗണ്ട് നമുക്ക് ഇവിടെ എക്സ്പെക്ട് ചെയ്യാം, ഫോർത്ത് അറൗണ്ട് നമുക്ക് ഈ ഒരു സ്പോട്ട് എക്സ്പെക്ട് ചെയ്യാം. ഓക്കെ, സോ നല്ല രീതിക്ക് ഒരു ഷോർട്ട് ടേം സ്വിംഗ് ഒക്കെ നമുക്ക് കാണാൻ കഴിയുന്നൊരു സ്റ്റോക്കാണ്. അറൗണ്ട് 8% നല്ല രീതിക്ക് റിസൾട്ടൊക്കെ വന്ന് നല്ലപോലെ അപ്സൈഡ് പോകാൻ പോസിബിലിറ്റി ഉണ്ടെങ്കിൽ വി ക്യാൻ എക്സ്പെക്ട് അറൗണ്ട് 8% നമുക്ക് HDFCയിൽ എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്, HDFC ലൈഫ് ഇൻഷുറൻസിൽ. ഓക്കെ, സോ നെക്സ്റ്റ് ആയിട്ട് വരുന്നത് LTI മൈൻഡ്ട്രീ. ഇതിന് വളരെ നല്ല സെറ്റപ്പാണ് LTIയിലുള്ളത്. കാരണം ഒരു അവർലി ടൈം ഫ്രെയിമിൽ നല്ല രീതിക്കുള്ള കൺസോൾട്ടേഷനാണ് LTIയിലുള്ളത്. സോ ആ ഒരു ജസ്റ്റ് വളരെ വളരെ സിമ്പിൾ പ്ലാനാണ്. ആ ഒരു കൺസോൾട്ടേഷൻ നമുക്കൊരു 50 മിനിറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ മാർക്കറ്റ് അവിടെ നല്ലതുപോലെ കംപ്രസ് ആവുന്ന കാണാൻ കഴിയും. ഓക്കെ, മാർക്കറ്റ് നല്ലതുപോലെ കംപ്രസ് ആവുന്ന അവിടെ കാണാൻ കഴിയും. സോ നമുക്ക് എന്ത് ചെയ്യാം, ഞാൻ ഇങ്ങനത്തെ ഇത്രയധികം ഒരു കൺസോൾട്ടേഷൻ ആയതുകൊണ്ട് തന്നെ അതിനൊരു റേഞ്ച് ആയിട്ട് കൺസിഡർ ചെയ്യുന്നതാണ് നല്ലത്. എന്ത് വേണ്ട, അതിനൊരു പാറ്റേൺ ആയിട്ട് അങ്ങനെ കൺസിഡർ ചെയ്യേണ്ട. സോ റേഞ്ചാണ് ഏറ്റവും നന്നായിട്ട് നമുക്കതിനെ കൺസിഡർ ചെയ്യാൻ പറ്റുന്നത്. സോ മാർക്കറ്റ് ഇവിടെ നിന്ന് ഡൗൺ സൈഡ് ബ്രേക്കൗട്ട് തരികയാണെങ്കിൽ നമുക്ക് അറൗണ്ട് 4640 വരെ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. അത് ഒരു അത്യാവശ്യം ഒരു ഇൻട്രാഡേക്ക് ഇത്രയും മൂവ്മെൻറ്റ് അധികം പോസിബിലിറ്റി ഇല്ല. സോ എന്ത് ചെയ്യുക, ഒരു ഫസ്റ്റ് ടാർജറ്റ് ആയിട്ട് നമുക്ക് അറൗണ്ട് ഈ ഒരു പോയിന്റ് എക്സ്പെക്ട് ചെയ്യാം, 4688 എന്ന് പറയുന്ന ഈ ഒരു പോയിന്റ്. ആൻഡ് സെക്കൻഡ് ടാർജറ്റ് വി ക്യാൻ എക്സ്പെക്ട് അറൗണ്ട് 4640. സോ ഈ ഒരു വീക്കിലെ മേജർ സ്റ്റോക്സ് ആണ്, ഇൻട്രാഡേക്ക് പറ്റുന്ന സ്റ്റോക്സ് ആണ് ഈച്ചർ മോട്ടോഴ്സ്. സോ ഞാൻ ഇത് ഇപ്പോൾ കണ്ടപ്പോഴാണ് നോക്കുന്നത്. ഈച്ചർ മോട്ടോഴ്സിൽ ആ ഒരു പൊസിഷണൽ ട്രേഡ് ഉണ്ട്, നമുക്ക് സ്പ്രെഡിനൊക്കെ പോകാൻ പറ്റും. അതുപോലെ തന്നെ ഈച്ചർ മോട്ടോഴ്സിൻ്റെ ഈ ഒരു സപ്പോർട്ട് സോണില്ലേ, ഒന്ന് ക്ലിയർ ചെയ്യാമല്ല. അതുപോലെ ഈച്ചർ മോട്ടോഴ്സിൻ്റെ ഒരു സിമ്പിൾ പ്ലാൻ ഇപ്പോൾ കണ്ടതാണ്. അതായത് ഈച്ചർ മോട്ടോഴ്സിൻ്റെ ഈ ഒരു റേഞ്ച് ബ്രേക്കൗട്ട് കിട്ടുകയാണ് നമുക്ക് ഇൻട്രാഡേ പരമായി നമുക്ക് അറൗണ്ട് ഈ ഒരു പോയിന്റ് വരെ 4540 വരെ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. ഒരു ഡൗൺ സൈഡ് ഫോൾ ആണ്, അറൗണ്ട് ഒരു 0.96% നമുക്ക് ഈച്ചർ മോട്ടോഴ്സിലുണ്ട്. അതല്ലാതെ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഈച്ചർ മോട്ടോഴ്സ് നമ്മുടെ മെയിൻ പ്ലാൻ ആയിട്ടുള്ള ആ ഒരു പാറ്റേൺ ബ്രേക്കൗട്ട്, ഡൗൺ സൈഡിലേക്കുള്ള പാറ്റേൺ ബ്രേക്കൗട്ടാണ് നമുക്കിവിടെ എക്സ്പെക്റ്റ് ചെയ്യാൻ കഴിയുന്നത്. സോ ഫസ്റ്റ് സ്റ്റോക്സ് ഈച്ചർ മോട്ടോഴ്സ്, സെക്കൻഡ് വൺ ഗ്രാസിം, തേർഡ് വൺ HDFC ലൈഫ് ഇൻഷുറൻസ് ആൻഡ് ലാസ്റ്റ് വൺ LTI മൈൻഡ്ട്രീ. ഓക്കെ, സോ നിങ്ങൾക്ക് ഈ ഒരു വീക്ക് നിഫ്റ്റിയിൽ നല്ല വോളറ്റാലിറ്റിക്കുള്ള പോസിബിലിറ്റി വളരെ കൂടുതലാണ്. സോ കുറച്ചും കൂടി പ്രിക്കോഷ്യസ് ആയിട്ട് എന്ത് ചെയ്യുക, ട്രേഡുകൾ പ്ലാൻ ചെയ്യുക, പൊസിഷൻ സൈസിങ് കുറയ്ക്കുക, ആൻഡ് കുറച്ചും കൂടി വെയിറ്റ് ചെയ്ത് നല്ല എൻട്രീസ് കോൺഫിഡൻറ്റ് കിട്ടുകയാണെങ്കിൽ മാത്രം എൻ്റർ ചെയ്യാം. ഓക്കെ, സോ നിങ്ങൾക്ക് ബാങ്ക് നിഫ്റ്റിയിലെയും പ്ലാനുകൾ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ആൻഡ് ഇതിന് ജസ്റ്റ് എഡ്യൂക്കേഷണൽ വീഡിയോ ആയിട്ട് കാണുക. ആൻഡ് എങ്ങനെയാണ് നമ്മൾ മാർക്കറ്റിനെ വ്യൂ ചെയ്യേണ്ടത് ഇതെല്ലാം നമ്മൾ നോക്കുക. സോ നമുക്ക് മൺഡേ നമുക്ക് ഓൾമോസ്റ്റ് ഒരു അറൗണ്ട് ഒരു ന്യൂട്രൽ ഓപ്പണിംഗ് ആയിരിക്കും. നോർമലി ഒരു 20 പോയിൻറ്റ്സ് അല്ലെങ്കിൽ ഒരു 30 പോയിൻറ്റ്സിനകത്തുള്ള ഒരു ന്യൂട്രൽ ഓപ്പണിംഗ് ആണ് മൺഡേ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ കഴിയുന്നത്. ഓക്കെ, ആൻഡ് സ്മോൾ ക്യാപ്പ് ഒക്കെ നല്ല റാലി ഉണ്ടായിരുന്നു ഈ ഒരു വീക്ക്. സ്മോൾ ക്യാപ്പ് ഈസ് അറ്റ് ഓൾ ടൈം ഹൈ. സ്മോൾ ക്യാപ്പ് ഓൾ ടൈം ഹൈയിലാണ് കറൻ്റ്ലി സ്മോൾ ക്യാപ്പ് നിൽക്കുന്നത്, മിഡ് ക്യാപ്പ്. ആൻഡ് സ്മോൾ ക്യാപ്പ് ഓൾമോസ്റ്റ് നമ്മുടെ ഓൾ ടൈം ഹൈ ബ്രേക്ക് ചെയ്തു. സോ ഒരു ചെറിയ കറക്ഷനുള്ള പോസിബിലിറ്റി നമ്മുടെ മിഡ് ക്യാപ്പ് ആൻഡ് സ്മോൾ ക്യാപ്പിലുണ്ട്. സോ ആ വോളറ്റാലിറ്റി നമുക്ക് നിഫ്റ്റിയിൽ എക്സ്പെക്റ്റ് ചെയ്യാം. ഓക്കെ, സോ അപ്പോൾ എൻ്റെ കൺവിക്ഷൻ അവിടെ കുറച്ചുകൂടി കറക്റ്റ് ആയിട്ടുണ്ട്. അപ്പം ഓക്കെ, സോ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. സോ ദിസ് ഈസ് മീ ആനന്ദ് സൈനിങ് ഓഫ്. താങ്ക് യു.